Lenora. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF ക്യാമ്പിലെ ഭിന്നത മുതലെടുക്കാൻ തന്ത്രം മെനഞ്ഞ CPM. UDFിലെ പ്രമുഖരെ LDF ക്യാമ്പിലെത്തിക്കാനും പാലക്കാട് തന്ത്രം നിലമ്പൂരിലും പരീക്ഷിക്കാൻ നീക്കം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയമുറപ്പിക്കാനുള്ള രാഷ്ട്രീയ നീക്കത്തിലാണ് CPM. PV അൻവർ പാർട്ടിക്കെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും പരസ്യമായി വെല്ലുവിളിച്ച ശേഷം MLA സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ കുഞ്ഞാലിയുടെ മണ്ണിൽ CPM വിജയത്തിൽ കുറഞ്ഞത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അതിനാൽ തന്നെ വിജയത്തിനായി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ അത് UDF ക്യാമ്പിൽ നിന്നായാലും സ്വീകാര്യമാണ്. നിലമ്പൂർ സീറ്റിനായി DCC പ്രസിഡന്റ് VS ജോയും KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്തും ഉറച്ചു നിൽക്കുന്നതും ആര്യാടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായാൽ അത് അംഗീകരിക്കില്ലെന്ന PV അൻവറിന്റെ നിലപാടും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അതിനാൽ തന്നെ CPMഉം LDFും ഏറെ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. 1996 ആര്യാടൻ മുഹമ്മദിനെതിരെ LDF KPCC അംഗമായിരുന്ന M തോമസ് മാത്യുവിനെയാണ് മത്സരിപ്പിക്കാനിറക്കിയത്. അന്ന് ശക്തമായ മത്സരമാണ് ആര്യാടൻ മുഹമ്മദിനെതിരെ കാഴ്ചവെച്ചത്. 6600 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ആര്യാടൻ ജയിച്ചത്. 1982 ആര്യാടൻ മുഹമ്മദിനെതിരെ മലപ്പുറം DCC പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് TK ഹംസയെ രംഗത്തിറക്കിയാണ് ആര്യാടൻ മുഹമ്മദിനെ പരാജയപ്പെടുത്തിയത്. 2016 മുൻ കോൺഗ്രസ്കാരനായ PV അൻവറിനെ ഇറക്കിയാണ് ആര്യാടൻ ഷൌക്കത്തിനെ തോൽപ്പിച്ചത്. ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് കോൺഗ്രസ് ഭിന്നത ലക്ഷ്യമിട്ട CPM കരുനീക്കം. ആര്യാടൻ ഷൌക്കത്തിന് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചാൽ ആര്യാടൻ ഷൌക്കത്ത് LDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണവും ഇതിന്റെ ഭാഗമായുള്ള കരുതിക്കൂട്ടിയുള്ള പ്രചരണമാണോ എന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. 1980 ആര്യാടൻ മുഹമ്മദും LDFും ഒന്നിച്ചു നിന്നപ്പോൾ 17,841 വോട്ടുകൾക്കാണ് ആര്യാടൻ മുഹമ്മദ് ചർക്ക ചിഹ്നത്തിൽ മത്സരിച്ച കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരാജയപ്പെടുത്തിയത്. നിലമ്പൂരിൽ LDFന് ശക്തമായ വോട്ട് ബാങ്കുണ്ട്. 5000-ലേറെ വോട്ട് പിടിക്കാൻ കഴിയുന്ന കോൺഗ്രസിലെ ഒരു നേതാവ് സ്ഥാനാർത്ഥിയായാൽ വിജയം ഉറപ്പെന്ന് CPM കരുതുന്നു. ബന്ധശത്രുവായിരുന്ന ആര്യാടൻ മുഹമ്മദിന് വോട്ട് ചെയ്യേണ്ട സാഹചര്യത്തെ വരെ നേരിട്ട പാരമ്പര്യമുള്ളതിനാൽ കോൺഗ്രസിൽ നിന്നും ആരുവന്നാലും സ്വീകരിക്കാനും സ്ഥാനാർത്ഥിയാക്കാനും CPM മടിക്കില്ല. PV അൻവറിന് മറുപടി നൽകി നിലമ്പൂർ നിലനിർത്തുക എന്നതാണ് CPMന്റെ പ്രധാന ലക്ഷ്യം. അതിനാൽ തന്നെ പ്രമുഖനായ ഒരു കോൺഗ്രസ് നേതാവ് LDF സ്വതന്ത്രനായി എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.